ഫൽ ആലമു ആലമാവുന്നത് ബിജമീ അജ്സാഇഹി അതിൻ്റെ സർവഭാഗങ്ങളോട് കൂടെയും മുഹദസുൻ മുഹദസാണ് കദീമല്ല. ഞാൻ അതിൻ്റെ സർവ്വതി വെക്കുക. ഐ മാ സിവല്ലാഹ് അല്ലല്ലാത്ത മുഴുവൻ എന്നാണ് ആലം എന്ന് പറഞ്ഞാൽ. മൗജൂദാത്തീൻ ആ മാസിവ് എന്തിനാൽ മൗജൂദാത്തിനാൽ ഇല്ലായ്മയിൽ എത്തിക്കപ്പെട്ട എല്ലാ വസ്തുക്കളാലും മിമ്മ ഓരോ വസ്തുക്കളാൽ ഇനി ബയാനിക്ക് പിന്നെയും ബയാൻ മൗജൂദാത്ത് കാരണം എന്തിനാൽ മിമ്മ ചില ഒന്നിനാൽ യഅ്ലമു ബിഹിസ്സാനിഉ ആ ഒന്നിനെ ആ ഒന്നുകൊണ്ട് നിർമ്മാതാവിന് അറിയപ്പെടും. അങ്ങനത്തെ എല്ലാത്തിനാലും യുക്കാലു പറയപ്പെടും ആലമുൽ അജ്സാം, ആലമുൽ അറാൽ, ആലമുൻ നബാത്ത്, ആലമുൻ ഹയവാൻ ഇലാ ഗൈരി ദാലിക എല്ലാത്തിനും പറ്റി പറയും. ജന്തുലോകം, സസ്യലോകം, മനുഷ്യലോകം അങ്ങനെയാണ് പറയും. ഒക്കെ ഓരോ ഒക്കെ എന്താണ് സിവല്ലാഹി അല്ലാത്ത എല്ലാത്തിനെയും കൂട്ടിക്കാണ്ട് ഒക്കെ ആലം. പിന്നെ ഫയഖ്റുജു ഇങ്ങനെ വെക്കുമ്പോൾ പുറത്തു പോകും സിഫാത്തുല്ലാഹി. സിഫാത്തുല്ലാഹി പുറത്തു പോകും. ഇവിടെ അല്ലല്ലാത്തതെന്ന് പറഞ്ഞതിൽ സിഫാത്തുള്ള പിന്നെ അള്ളാഹിൻ്റെ സിഫത്തുണ്ടല്ലോ അത് ആലമിൽ പെട്ടതല്ല. പിന്നെയോ വായിച്ച് ലി അന്നഹ ലേസത്ത് വൈറ ദാത്തി അത് അള്ളാൻ്റെ ദാത്തല്ലാത്ത മറ്റൊന്നല്ല സിഫത്ത് കാരണത്. കമാ അന്നഹ ലേസത്ത് ഐനഹ എന്നാൽ ദാത്ത അല്ലേനും അള്ളാൻ്റെ ദാത്തും അല്ല അള്ളാൻ്റെ സിഫത്ത്. എന്നാൽ ദാത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒന്നുമല്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ കയ്യിനിക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു ആകൃതി ഇല്ലേ, ഈ ഒരു ആകൃതി കാണില്ലേ, ഇത് ഈ ദാത്ത് അല്ലാത്ത ഒന്നല്ല എന്നാൽ അതിൻ്റെ ദാത്തും അല്ല. വേറെന്തോന്നുണ്ട് നമുക്ക് എന്തോന്ന് മനസ്സിലാകേണ്ട അവിടെ. ഇതിൻ്റെ ദാത്തും അല്ല എന്നാൽ ആ ദാത്തിൻ്റെ പുറത്തില്ല അല്ല അങ്ങനത്തെ ഒന്നോന്നാണ് അള്ളാഹിൻ്റെ സിഫത്ത് എന്ന സാധനം. ആ സിഫത്ത് കദീമാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ള തോനുണ്ട് എന്ന് വരൂല. പിന്നെ ബിജമീ അജ്സായിഹി അതിൻ്റെ എല്ലാ ഭാഗത്തോടുകൂടെയും പിന്നെ സമാവാത്തി വമാഫിഹ ആകാശങ്ങളും അതിലുള്ളതും വല്ലാർദി വമാലൈഹ ഭൂമി അതിന് മേലുള്ളതും ഇതൊക്കെയും മുഹദസുൻ എല്ലാം മുഹദസാണ്. ഐ മുഖ്റജും മിനൽ അദ്മി ഇലൽ വുജൂദ് അദ്മിൽ നിന്ന് വുജൂദിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ടതാണ്. ഏതാനാക്ക് ബി അന്നഹു കാനമായതൂമൻ ആദ്യമായതുമായിരുന്നു വുജിദാബിനെത്തിക്കപ്പെട്ടതാണ് എന്ന് മാനാക്ക്. ഖിലാഫലി ഫലാസിഫത്തി ഫൽസഫാക്കന്മാർ ഹൈസു ദഹബുമാർ പോയപ്പോൾ ഇലാ കിദമി സമാവാത്തി ഓലാണ് സമാവാത്തൊക്കെ പണ്ടേ ഉണ്ട് എന്ന് അവർ പറഞ്ഞു. സമാവാത്തൊക്കെ പണ്ടേ ഉണ്ട്, ഇതില്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നത്. ഈ മവാദ്യഹ അതിൻ്റെതായിരിക്കുന്ന മാദ്യുണ്ട്. മാദ പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉണ്ടാകാൻ ആവശ്യമായിരിക്കുന്ന അതിൻ്റെ മെറ്റൽസിനാണ് എന്താ പറയുക, അതിൻ്റെ മാദ അറിയാം. അതുപോലെ തന്നെ സുവരിഹ അതിന് ആ സൂറത്തും ഒരു മാദ്യ സൂറത്ത് കൂടുമ്പോഴുള്ള സാധനം ഉണ്ടാകുക. മാത്രമല്ല അഷ്കാരിഹ അതിൻ്റെ ആകൃതിയും. ഓന കിതമിൽ അനാസിരി അനാസിറുൽ അർബഅത്തും അതും പണ്ടേ ഉണ്ട് എന്നാണ്. തീ വെള്ളം കാറ്റ് മണ്ണ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്, അതും പണ്ടേ ഉണ്ട്. മവാദിഹ വസുവരിഹ അതിന് മാദ്യ സൂറത്തും അതും പണ്ടേ ഉണ്ട്. പക്ഷേ ലാക്കിൻ ഭിന്നൗഇ പക്ഷേ ഓലും ഇല്ല കദീമാണ് ഭിന്നൗഇയാലാ പറയണത്. അല്ല ഒരു കദീമല്ല ഒരു പറഞ്ഞത്. ആ സാധനമൊക്കെ പിന്നെ പണ്ടേ ഉള്ളതാണെന്ന് അവർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ആ സാധനമൊന്നും അരുമില്ലെന്ന് വുജൂദിലേക്ക് വന്നാണ് അവർ പറഞ്ഞത്, നമ്മൾ പറഞ്ഞത്. പക്ഷേ ഫൽസഫക്കാർ പറഞ്ഞത് അതൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷെ ബിന്നോയി ആ ബിന്നോയിനെ ബാക്കി വായിച്ച് ബിമാന അന്നഹ ഏത് മാനാക്കോല പറഞ്ഞത് അന്നഹ ലം തഹുലു നിശ്ചയമായിട്ടും ഇതൊന്നും ഒഴിയൂല അൻ സൂറത്തിൻ ഒരു സൂറത്തിനെ തൊട്ട് ഒഴിയില്ല കത്തു തീരെ തന്നെ നാമെങ്കിലും അത്തുലക്കുൽ കൗലബി ഉദൂസി മാസിവല്ല. പക്ഷെ അല്ലല്ലാത്തൊക്കെ ഹാരിതാണെന്ന് അവർ പറയും. ലാക്കിബി വാനിൽ ഇഹ്തിയാജിൽ വയറിലേക്ക് ആവശ്യമുണ്ട് അതുപോലെ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് പോയത് മറ്റൊരു ആവശ്യമല്ല. ആകാശഭൂമി പണ്ടേ ഉണ്ട്, പക്ഷെ അതിനൊക്കെ ആരാവശ്യമുണ്ട്, അള്ളാഹു ആവശ്യമുണ്ട് എന്ന് അവനെ അവർ പറയും ചെയ്തു. ആ ലാബിമാന സബക്കിൽ അദിമി അലേഹി അതിന് വേണ്ടി അദമ് സ്ഥാപിക്കായിരുന്നല്ലോ അംഗീകരിക്കൂല. ഇത് അദമ് എന്ന സംഗതി അതിനുണ്ടായിട്ടില്ല, സമാവാത്തിനൊന്നും ഉണ്ടായിട്ടില്ല എന്നോര് പറയും. അതോടുകൂടെ തന്നെ ഒരു പറയും ഈ സമാവാത്തിന് അള്ളാഹ് ആവശ്യമുണ്ടെന്നോല് പറയും ചെയ്യും. എന്നാൽ അദമിൻ്റെ കാലഘട്ടം ഉണ്ടായിട്ടുമില്ല, സംഭവം ഉണ്ടായിട്ടുമില്ല എന്നാരെ വാദം, ഫൽസഫക്കാരെ വാദം. സുമ്മ അശാറ ഇല ദലീലി ഹുദൂസിൽ ആലം
ഇനി ആലം ഹാരിസാണ് എന്നുള്ളതിന് ദലീൽ എന്താണ് മുഅ്മിനീങ്ങൾ പറഞ്ഞത് നോക്കുക നമുക്ക്. അതാണ് ഞാൻ ഇങ്ങനെ പറയാൻ പോണത്. ബി ഖൗലിഹി ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ അശാറ, പിന്നെ മുസന്നിഫ് സൂചിപ്പിച്ചു, ഇല ദലീലി ഹുദൂസിൽ ആലം, ആലം ഹാദിസാണ് എന്നുള്ള ദലീലിലേക്ക്. ബി ഖൗലിഹി, മുസന്നിഫിൻ്റെ ഖൗല് കൊണ്ട്, ഇദ് ഹുവ അയാനും വ അഅറാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു കൂട്ടിയ മഖ്ലൂഖാത്തിനാണല്ലോ ഇപ്പോൾ നമ്മളെന്ത് പറഞ്ഞത്, ഈ പിന്നെ ആലം ആലം എന്നാണ്. അള്ളല്ലാത്തൊക്കെ, അള്ളല്ലാത്ത എല്ലാം അള്ളാഹ് മഖ്ലൂഖല്ലേ. മാസിവൽ ഭാര്യയാണ് ഏത് ആലം. ആലമിൻ്റെ സംഗതി ആകെ രണ്ടെണ്ണുള്ളൂ, ഒന്നുകിൽ അഴിയാൻ അല്ലെങ്കിൽ അയറാവ്. ഇതല്ലാതെ മൂന്നാമത്തെ സാധനം ഏതിലില്ല, ആലമിൽ ഇല്ല. എന്താണ് നോക്കുക, അല്ലെ അന്നഹു, കാരണം ആലം എന്ന സാധനം ഇൻകാമ ബിദാത്തിഹി, സ്വയം നിലനിൽപ്പുള്ളതാണെങ്കിൽ ഫഅയിനുൻ, അതിന് അഴിയാൻ എന്ന് അറിയും. വ ഇല്ല, സ്വയം നിലനിൽപ്പില്ലെങ്കിൽ അറളുൻ, അതിന് അറാദ് എന്ന് പറയും. അപ്പോൾ അഴിയാനും അറാദേ ഉള്ളൂ, സ്വന്തം നിലനിൽക്കുന്നത് സ്വന്തം നിലനിൽക്കാത്തത്, ഇങ്ങനെ രണ്ടെണ്ണമുള്ളത്. വ കുല്ലും മിന്നും ഹാദിസുൻ, അത് രണ്ടും ഹാദിസുമാണ്. കമാസുന് പയ്യനു, ഇൻഷാ അല്ലാഹ് ഇനി ബയാൻ ചെയ്യണ്ടല്ലേ, നമ്മുടെ വരാനല്ല ഇപ്പോൾ ഇങ്ങനെ കിതാബ് ഓതണ തന്നെ. വലം എത്താറന്ന് ലഹുൽ മുസന്നിഫു, മുസന്നിഫ് എന്ത് ചെയ്തിട്ടില്ല അറിയോ, അതിലേക്ക് താറുള്ളായിട്ടില്ല. കാരണം ഈ അന്നൽ കലാമ ഫീഹി തൊവീലുൻ, കാരണം ഇതിന് ദലീൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ കിതാബ് നീണ്ടുപോകും. ലായലീഖു ബി ഹാദൽ മുഖ്തസരി, ഈ കൊച്ചു കിതാബായി ഉണ്ടാക്കപ്പെട്ട ഈ മത്തിനുണ്ടല്ലോ, അതിനോട് യോജിക്കൂല. ഈ മത്തിന് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, പിന്നെ അതാ വഹുവ, നമ്മുടെ മത്തിന് മഖ്സൂറുൻ അലൽ മസായിലി ദൂന ദലായിലി, അതായത് മസ്അലിൻ്റെ മേലിൽ ചുരുക്കപ്പെട്ടതാണ്. ഏത് പറയുന്നില്ല, ദലീലുകൾ പറയുന്നില്ല. അപ്പോൾ ആ ശൈലിയിലാണല്ലോ മത്തിൻ്റെ പോക്ക്. അതുകൊണ്ട് മത്തിൽ ഏത് പറയില്ല, അതിൻ്റെ നല്ല വിശദീകരണമൊന്നും ഉണ്ടാവില്ല. അത് ആര് പറഞ്ഞുതരും, ഷാരിഹ് പറഞ്ഞുതരും. ഇനി നോക്കുക, ഇനി മത്തിൽ ഫൽ അഴിയാനു, ഐനുകൾ ഐ മുംകിനുൻ, ഒരു മുംകിനാണ്. യകൂനു ലഹു ഖിയാമും ബിദാത്തിഹി, അതിന് സ്വയം നിലനിൽപ്പുണ്ട്. ബി കരീനത്തി ജാലിഹി മിൻ അഖ്സാമിൽ ആലം, ആലമിൻ്റെ കിസ്മുകളിൽ പെടുത്തിയപ്പോൾ മനസ്സിലായി എന്ത്, അതിന് സ്വയം നിലനിൽപ്പുണ്ട് എന്ന്. ഇനി എന്താണ് ഈ നിലനിൽപ്പ്, സ്വയം നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മാനാ ഖിയാമിഹി ബിദാത്തിഹി, അത് സ്വയം നിലനിൽക്കുക എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഇന്ദൽ മുത്തകല്ലിമീൻ. അപ്പോൾ മുത്തകല്ലിമീങ്ങളുടെ ഇപ്പോൾ മാറ്റമുണ്ട്, അതുപോലെ തന്നെ ഫൽസഫക്കാർക്ക് എന്തുണ്ട്, മാറ്റമുണ്ട്. നമ്മുടെ ഈ ഇൽമുൽ കലാമിൻ്റെ അഹ്ലുകാരുടെ അടുക്കൽ യതഹയ്യസ ബി നഫ്സിഹി, സ്വയം ഒരു ഇടത്തിൽ ഇടം പിടിക്കലാണ്. വൈറ താബിഇൻ തഹയ്യുസുഹു, അങ്ങനെ വായിക്കണം, തഹയ്യുസിഹി എന്ന് വായിക്കരുത് കേട്ടോ. വൈറ താബിഇൻ തഹയ്യുസുഹു തഹയ്യുസി സയ്യിൻ ആഖറ, അതിൻ്റെ മക്കാൻ പിടിക്കൽ മറ്റൊന്നിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ മക്കാൻ പിടിക്കലിനോട് പിൻപറ്റിയതല്ലാത്ത വിധത്തിൽ സ്വയം. അത് നേരെ വിപരീതം പറഞ്ഞാൽ ഇത് തിരിയുള്ളൂ. ഇപ്പം ഞാൻ സെയ്ദിൻ്റെ ദൈർഘ്യം കണ്ടു എന്ന് തൂല്, സെയ്ദിൻ്റെ തൂല് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ തൂലല്ല ഞാൻ കാണുന്നത്, സെയ്ദിനെ കാണുന്നത്. സെയ്ദ് അല്ലാത്ത എന്തോന്നാണല്ലോ ഈ തൂല്. അതേസമയത്ത് സെയ്ദിനെ കാണുക എന്ന് പറഞ്ഞാൽ കാണിച്ചു, തൂലിനെ മാത്രം എന്ത് ചെയ്യാൻ കഴിയൂല, കാണാൻ കഴിയൂല. അപ്പോൾ അത് അറളായതുകൊണ്ടാണ്. അതേ സ്ഥലത്തിൽ മറ്റേത് ഇതാകുമ്പോഴോ അയിനാവുമ്പോൾ ആ സാധനത്തിനെ തന്നെയാണ് കാണുക. അതിൻ്റെ തഹയ്യുസ് മറ്റു തഹയ്യുസിൻ്റെ താപിയല്ല. ബിഖിലാഫിൽ അറളിനിക്ക് മാറ് ഫൈന തഹയ്യുസഹു, അത് ഒരു സ്ഥലം പിടിക്കുക എന്ന് പറഞ്ഞത് താപിയില്ല തഹയ്യുസിൽ ജൗഹരി, ജൗഹറിൻ്റെ തഹയ്യുസിനോട്, ജൗഹറിന് വാക്കിൽ വരുന്നുണ്ടോ, ജൗഹറിൻ്റെ തഹയ്യുസിനോട് താപിയാണ്. അറള് നിൽക്കുന്നതിന് പേരാണെന്ത്, ജൗഹർ. അല്ലദീ ഹുവ മൗലൂഹു, ഈ ജൗഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അറള് നിൽക്കുന്ന സ്ഥലം. ഐ മഹല്ലുഹു, അതിന് ഇവിടെ മൗലൂ എന്നർത്ഥം മഹല്ല് എന്നാണ്. അല്ലദീ യുകവ്വിമുഹു, ഇതിനിക്ക് നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുന്ന. ഇതില്ലെങ്കിൽ നിലനിൽപ്പില്ല. അപ്പം മഞ്ഞ എന്ന സാധനത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ ഈ മഞ്ഞ ഏതൊരു പിന്നെ ജൗഹർ നിൽക്കുന്നുവോ ആ ജൗഹർ ഉണ്ടെങ്കിലേ ഏതുള്ളൂ, മഞ്ഞ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പോൾ മാന വുജൂദിൽ അറളി ഫിൽ മൗലൂഇ, ഒരു മഹല്ലിൽ അറളുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹുവ അന്ന വുജൂദുഹു ഫീ നഫ്സിഹി, മാറിയോ, ഓ മാന വുജൂദിൽ അറളി ഫിൽ മൗലൂഇ അല്ലേ. ഒരു മഹല്ലിൽ അറളിൻ്റെ വുജൂദ് എന്ന് പറഞ്ഞതിൻ്റെ മാന ഹുവ, അത്
അന്ന വുജൂദഹു ഫി നഫ്സിഹി ഹുവ വുജൂദുഹു ഫിൽ മൗദൂഇ. ഫിൻ നഫ്സിലെ വുജൂദ് എന്ന് പറഞ്ഞാൽ അത് മൗദൂഇലെ വുജൂദ് തന്നെയാണ്. ഈ മഹല്ലിലുള്ള വുജൂദ് തന്നെയാണ് ഈ അർളിൻ്റെ വുജൂദ്. അപ്പോൾ സെയ്ദിൻ്റെ വുജൂദ് തന്നെയാണ് സെയ്ദിൻ്റെ തൂല്. ആ വലിഹാദ എംതനുൽ ഇന്തിക്കാലു അൻഹു. അതുകൊണ്ട് തന്നെ അർള് അതിനെ തൊട്ട് പോവില്ല, ഈ ജോഹറിനെ തൊട്ട് പുറത്ത് പോവില്ല. ബിഹിലാഫി വുജൂദിൽ ജിസ്മി. ജിസ്മിൻ്റെ വുജൂദിലേക്ക് മാറുഫിൽ ഹയ്യിസി വരും. അതിൻ്റെ നിൽക്കുന്ന ആ ജിസ്മ് നിൽക്കുന്ന സ്ഥലത്ത് ജിസ്മിൻ്റെ വുജൂദിലേക്ക് മാറ്. ലിയന്ന വുജൂദഹു ഫി നഫ്സിഹി അംറുൻ വുജൂദുഹു ഫിൽ ഹയ്യിസി അംറുൻ ആഖറു. സ്വന്തം നഫ്സിൽ അതിൻ്റെ വുജൂദുണ്ട്, അതൊരു കാര്യവുമാണ്. ഹയ്യിസിലെ വുജൂദ് മറ്റൊരു കാര്യവുമാണ്. വലിഹാദ യന്തഖിലു അൻഹു. അതുകൊണ്ട് തന്നെയാണ് ഒരു ജോഹർ മറ്റു ജോഹർ നീങ്ങും. ഇത് ഇതാ മനസ്സിലായില്ലേ, നീങ്ങും. അതേ അങ്ങനെ അപ്പോൾ വിഷയമാണ് കേട്ടോ. ഇനി ഫൽസഫക്കാരുടെ അടുക്കൽ പിന്നെ ഈ പിന്നെ ബിദാത്ത് വുജൂദ് കാരണം എന്താ നോക്കുക. വൈന്തൽ ഫലാസിഫത്തി ഫൽസഫക്കാരുടെ അടുക്കൽ ബിദാത്ത് വുജൂദ് എന്ന് പറഞ്ഞാൽ മാന ഖിയാമി ഷൈ ബിദാത്തിഹി. ഒരു ഷെയ് ബിദാത്ത് നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ മാന ഇസ്തിഗ്നാഹു അൻ മഹല്ലി യുഖവിമുഹു. അതിലേക്ക് നിലനിൽപ്പ് കൊടുക്കുന്നൊരു മഹല്ല് ആവശ്യം തീരുക എന്നും. അപ്പോൾ മാന ഖിയാമിഹി ബി ഷൈഇൻ ആഖറ, പിന്നെ മറ്റ് ഷെയ് നിൽക്കുക എന്നതിൻ്റെ മാന ഇഖ്തിസാസുഹു ബിഹി, ഇതാവുകൊണ്ട് മുഖ്തസാവുക എന്നുമാണ്. ബി ഹൈസു യസീറുൽ അവ്വലു നായത്തൻ വസാനി മൻഊത്തൻ. അവ്വലു നായത്തും സാനി മന്നൂത്തുമായാൽ അതൊക്കെ ഫൽസഫക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഒരു ബിന്നഫ്സിലെ ഖിയാമും ബിദാത്തിലെ ഖിയാമും ഷെയ്നാഖറിലെ ഖിയാമും രണ്ടാക്കി തിരിച്ചൊക്കെയാണ്. സവാങ്ങനെ മുത്തഹയ്യിസൻ, ഈ മുത്തഹയ്യിസ് ആയാലും സമമാണ് ഏതുപോലെ കമാഫി സവാദിൽ ജിസ്മി, തടിയിൽ നിൽക്കുന്ന കറുപ്പ് പോലെ. ഔ ലാ, അല്ലെങ്കിൽ മുത്തഹയ്യിസ് ആകാതിരിക്കൽ സമമാണ്. തഹയ്യിസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവല് ന്യായത്തും സാനി മന്നൂത്തും ആകാവുന്ന വിധത്തിലായാൽ മത്സവക്കാരെന്ത് പറയുന്ന അറിയോ, ഓല് ആ സാധനത്തിന് ബിന്നുസിൽ കിയാമുണ്ട് ഇല്ല എന്ന് പറയും. കമാ ഫി സിഫാത്തില്ലാഹി താലാവൽ മുജറദാത്തി. അള്ളാഹിൻ്റെ സിഫത്തിലുള്ളതുപോലെയും മുജറദാത്തിലുള്ളതുപോലെയും ഞാൻ വിവരിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ ആലം എന്ന സാധനം അഴിയാനും മാറാവുന്നതാണ്. അയിന് എന്നാൽ എന്ത്, അറള് എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാ അയിന് എന്ന് പറഞ്ഞ സാധനവും അഥവാ ഒഹുവ ഐ മാ ലഹു ഖിയാമും ബിദാത്തിഹി മിനൽ ആലം. ആലമിൽ നിന്ന് ഖിയാമും ബിദാത്തി ഉള്ള സാധനം ഇമ്മാ മുറക്കബുൻ ഔ ഗൈറു മുറക്കബീൻ. അതാ മൊത്തനാണ് വായിക്കുന്നത്. മുറക്കബാണ് ഗൈറു മുറക്കബാണ്, അതിലെ ബുദ്ധി പോലെ പെടുള്ളൂ. പിന്നെ മുറക്കബും മിൻ ജുസ്ഐനി ഫസായിദൻ ഇൻദനാ വഹുവൽ ജിസ്മു. അതിനാണ് ജിസ്മ് അറിയാം. മുറക്കബിന് എന്താണ് ജിസ്മ് ആണ്. വൈന്തൽ വാളി ചിലരുടെ അടുക്കൽ ലാബുദ്ധമിൻ സലാഹത്തി അജിസായി. ഒരു ജിസ്മ് ഉണ്ടാകാം, ചുരുങ്ങി എത്ര എണ്ണം വേണം, ഒരു 3 ജിസ് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, ജിസ്മായി മാറുള്ളൂ എന്നാ എന്ത് പറയണത് ചിലരോട് പറയണത്. എന്തിനാണ് കാര്യം, കോലപ്പെടാൻ വേണ്ടി അല്ല ബുഅദു സലാസ 3 ബുഅദുകൾ. ഏത് 3 ബുഅദ്? നീളം, വീതി, ആഴം. അതാ തൂല വൽ അർള വൽ ഉംക. ഒരു സാധന ജിസ്മാണെങ്കിൽ അതിന് ചെറിയൊരു ഹൈറ്റും ചെറിയൊരു നീളവും ചെറിയൊരു വീതി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചെറിയത് 3 എണ്ണെങ്കിലും വേണം. കഴിഞ്ഞിട്ടില്ല. വൈന്തൽ ബാലി ചിലവരുടെ അടുക്കല് അതും പോരാ, സമാനിയത്ത് അജിസായിൻ 8 ജിസുക്കൾ വേണം, എന്നെങ്കിലും എന്തുണ്ടോ ജിസ്മുണ്ടാവുള്ളൂ. എന്തിനാ പോലെ അങ്ങനെ പറയാൻ കാരണം, അബ്ആദി, ഈ ബുഴുതുകൾ ഉണ്ടല്ലോ അതിൻ്റെ തൈകൾ കണ്ട് മുറിനത് കോലപ്പെടാൻ വേണ്ടി അലാ സവായ കായിമത്തിൻ, കായ്മ അതായിരിക്കുന്ന 90 ഡിഗ്രിക്കാണ് കായ്മ അതിനായ മൂലകളുടെ മേലിൽ. എങ്ങനെ ഇവിടെ ഒരു മൂല, 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 4 മൂല. ഇങ്ങോട്ട് പിന്നെ 4 ബുഴുത്. അപ്പോൾ എത്രയായി? 8ആയി. ഇങ്ങനെ നമ്മൾ ഈ ബോർഡുകൾ കണ്ടില്ല, ഇത് വരക്കൽ ഇങ്ങനെ ചതുരം വരയ്ക്ക് കണ്ടില്ലേ. അപ്പോൾ എങ്ങനെയാണെങ്കിലും 8 4 മൂല ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് വേണം, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആകണ്ടേ. അപ്പോൾ 8 അങ്ങനെ വരും.
ലൈസ ഹാദാ നിസാൻ ലഫ്ലിയൻ. യഥാർത്ഥത്തിൽ ഇതൊരു പദസംബന്ധമായ തർക്കമൊന്നും അല്ല സത്യത്തിൽ കേട്ടോ. ഇത് ആശയത്തിൽ ഇറങ്ങിയ തർക്കം തന്നെയാണ്. റാജിയൻ ഇലൽ ഇസ്തിലാഹി, ഇസ്തിലാഹിലേക്ക് വളർന്നൊന്നും അല്ലത്. ഹത്ത യുദുഫ, അങ്ങനെയാണെങ്കിൽ ഇത് എട്ടപ്പെടാമായിരുന്നു. എന്തുകൊണ്ട്? ബിഅന്നലി കുല്ലി അഹദിൻ, എല്ലാവർക്കും അനുവദനീയമാണല്ലോ അയ്യസ്തലിയ ഇസ്തിലാഹ് ഉണ്ടാക്കൽ. മേലാമാഷ ഉദ്ദേശിച്ചതിന് വേണ്ടി ഒരാൾക്ക് ഇസ്തിലാഹ് ഉണ്ടാക്കി. ഞാൻ ജിസ്മു എന്ന് പറയുന്നു ഇതിന്, ഞാൻ മറ്റേ പറയുന്നു മറ്റേതിന് പോകും ഇസ്തിലാഹ് ഉണ്ടാക്കി. നഹ്വിങ്ങൾ ഫീല് കയറി എന്തിന്, പിന്നെ വായ കൊണ്ട് പറയണതിനും ഫീല് കയറി. കാലാ ഫീല് മാതിരി അല്ലേ? അപ്പോൾ ആ കൗലും ഫീലും രണ്ടായിട്ടാ മറ്റുള്ളവർ പറയുന്നത്. നബിങ്ങൾ കാലത്തെന്ത് പറയും? ഫീലാണ് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്തിലാഹ് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഓർക്ക് ഉദ്ദേശം ഉണ്ടാക്കാൻ വയ്ക്കും. ബൽ ഹുവ നിസാവുൻ. അപ്പോൾ പിന്നെ അതെന്താണ്? അത് തർക്കം തന്നെയാണ്. ഫി അന്നൽ മഅനല്ലദി ഉളിയൽ ജിസ്ം ഉളിയ ലഫ്ളുൽ ജിസ്മി, ജിസ്മ് എന്ന ലഫ്ലിന് വെക്കപ്പെട്ടത് ബിസായിഹി ഏതൊരു മാനാനിലെയാണ് എന്നത് തന്നെയാണ് തർക്കം. അത് പദ സംബന്ധമായ തർക്കമൊന്നും അല്ല. മാനി ഏത് മാനയിലെ ഏത് ആശയ അർത്ഥത്തിലേക്കാണ് ഈ സാധനം വെച്ചത് തന്നെ തർക്കമുള്ളത്. പിന്നെ ഹൽ യക്ഫി ഫീഹി തർക്കീബും ജുസൈനി, രണ്ട് ജുസിനാൽ തർക്കീബ് ഉണ്ടായാൽ മതിയാകുമോ? അംല, മതിയാകൂലേ? ഇതന്നെയാണ് തർക്കം. ഇത് ലഫ്ലിയ തർക്കമൊന്നുമല്ല, മാനവീയ തർക്കം തന്നെയാണ്. ഇഹ്തജൽ അവലൂന, അവലീങ്ങൾ പറഞ്ഞു ബിഅന്നഹു യുക്കാലു, അവലീകർ പറഞ്ഞപ്പോൾ എന്താണ്? രണ്ടെണ്ണം മദീന പറഞ്ഞത്. എത്ര? രണ്ടെണ്ണം മദീന. അപ്പോൾ ഇവിടെ ഒരു പറഞ്ഞത് രണ്ടെണ്ണം പോരാന്ന് പറഞ്ഞവർക്കെതിരെ രണ്ടെണ്ണം മതി എന്നുള്ളവർ പറഞ്ഞത് എങ്ങനെയാണ്? യുക്കാലി അഹദിൽ ജിസ്മൈനി, രണ്ട് ജിസ്മിൽ നിന്ന് ഒന്നിനെ പറ്റി പറയാൻ പറ്റുമല്ലോ. ഇതാ സീത അലൈഹി ജുസ്ഉൻ വാഹിദ്, അതിലേക്ക് മൂന്നാമൻ വന്ന് ഏറ്റപ്പെട്ടാൽ രണ്ടുകൊണ്ടും രണ്ട് സാധനം ഉണ്ടാക്കി, അതിക്ക് മൂന്നാമത്തെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിന് പറയാൻ പറ്റുമല്ലോ എന്ത്? ആ ജുസ്ഉൻ വാഹിദിനെ ഏറ്റപ്പെടുമ്പോൾ പറയും അന്നഹു അജ്സമു മിനൽ ആഖിരീൻ, ഇത് അതിനേക്കാളും വലിയ ജിസ്മാന്ന് പറയല്ലോ. അപ്പം എന്ത് മനസ്സിലായി? ഫലൗലാന്ന മുജറദ തർക്കീബി കാഫിൻ, വെറും തർക്കീബ് വെറും രണ്ടെണ്ണം മാത്രം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ, അതന്നെ ജിസ്മിയത്തിൽ മതിയാകുമായിരുന്നില്ല എങ്കിൽ ഇല്ല മാസാറ ആകുമായിരുന്നില്ലല്ലോ ലി മുജറദ് സിയാദത്തിൽ ജുസ്ഇ, ഒരു ജുസ് കൊണ്ട് ഏറിയോണ്ട് മാത്രം അസിയത ബിൽ ജിസ്മിയത്തി, ജിസ്മിയത്തിൽ ഏറ്റവും കൂടുതൽ ഏറിയതാകുമായിരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ കൊന്നർ കൂടിയ പോകുന്ന അജിസമായില്ലേ. അപ്പോൾ ഒന്ന് ജിസ്മക്ക് ഒന്നുകൂടി കൂടിയപ്പോൾ അജിസമായി മാറിയപ്പം രണ്ടെണ്ണം മതി എന്തിന് ജുസ് എന്ന് അല്ല ജിസ്മ് എന്ന് പറയാൻ എന്നാ പാര് പറഞ്ഞത്. മൊത്തമ്പത്താർ അവലാർ പറഞ്ഞത്. അത് മറ്റോല് അനുഭവം പറ വായിച്ച് ഒഫിഹി നദറുൻ. ആ പറഞ്ഞ ന്യായീകരണം എന്തല്ല, ഒരു റെഡി പോരാ. കാരണം ലി അന്നഹു, കാരണം ഈ അജിസമു എന്ന വാക്ക് അഫ് അലുമിനൽ ജസാമത്തി, ജസാമത്തിൽ നിന്നുള്ള അഫുല തഫ്ലയിലാണത്. ഇസുദൈലുമിന് അൻസർ വലും മനസ്സർ ഉസറ എന്ന് പണ്ട് പഠിച്ച നിങ്ങൾ പറഞ്ഞ അജിസമുവിൻ്റെ ലാഹരി എന്ന് അറബിയിൽ പറയുന്നത് ശരി തന്നെയാണ്. ആ അജിസമു പറഞ്ഞതിൻ്റെ അജിസമുകൾ നല്ല വലിയ ജിസ്മു നല്ല അർത്ഥം. പിന്നെയോ അത് ബി മാന ലൊഹാമത്തി, തടിക്കുക എന്നർത്ഥമുള്ള ഒരു ജസുമുണ്ട്, അതിൻ്റെ അൽവസിനാണത്. വഇളമിൽ മിക്ദാരി, വലിപ്പം വണ്ണം കൂടുക, തടിക്കുക എന്നൊക്കെ അർത്ഥമുള്ള. യുക്കാലു ജസുമ ഷൈഉ എന്ന് പറയലുണ്ട്. ലുമ എന്നതിൻ്റെ മാന. അതിൻ്റെ ഇസ്ഫായിൽ അതിനെ ശുഭ എങ്ങനെയാണ്? ബഹുവ ജസീമുൻ എന്നാണ് അതിന് വരല്. പിന്നെ ജുസാം എന്ന് പറയലുണ്ട്, ലമ്മുണ്ട് ജുസാം എന്നൊക്കെ പറയലുണ്ട്. എന്നാൽ വൽ കലാമു നമ്മൾ ചർച്ച ഫിൽ ജിസ്മി, ഏത് ജിസ്മിൻ്റെ കാര്യത്തിൽ, ഏത് ജിസ്മ എന്ന ലഫ്ള് അല്ലദീ ഹുവ ഇസ്മുൻ, അതൊരു ജാമിദ ഇസ്മാണ് ലാ സിഫത്തുൻ, ഏത് നിർഫായി പോകുന്ന അല്ല ജസുമീന്ന് നിർഫുന്ന. അപ്പം നമ്മളിവിടെ ജിസ്മ് എന്ന വാക്ക് ഏത് മാനാക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ് ഇവിടെ എന്ത് ചെയ്യുള്ളത്, ചർച്ച ചെയ്യണത്. ഇങ്ങളെ അജിസമ് എന്നുള്ള വാക്ക് ഇത് എവിടുന്ന് പോകുന്നതാണ്? ജുസാമത്തുനിന്ന് പോകുന്നതാണ്. അതും തമ്മിൽ എന്തില്ല, യാതൊരു ബന്ധവുമില്ല. അപ്പം എന്ത് മനസ്സിലായി? പിന്നെ ഒന്നുകിൽ
മുറക്കബാണ്. മുറക്കബിന് ജിസ്മ് എന്ന് പറയും. അതിന് രണ്ടോണ്ടാവട്ടെ അപ്പുറാവട്ടെ. ഇനി ഔ ഒയറു മുറക്കബിൻ, അല്ലെങ്കിൽ ഒയറു മുറക്കബാണ്. കൽ ജൗഹരി, ഇവിടെ മുസന്നിഫ് എന്താ, നമ്മളെ മുസന്നിഫ് മൊത്തത്തിൽ കൽ ജൗഹരി കാഫിട്ടായി പാർത്തിട്ട് യനി മുസന്നിഫ് ഉദ്ദേശിച്ചത് അൽ ഐനല്ലദി ലാ യഖ്ബലുൽ ഇൻഖിസാമ ലാ ഫീലം വലാ വഹ്മം വലാ ഫർള. പ്രാവർത്തികമായിട്ടോ മണ്ടയിലൂടെ ഓട്ടിയിട്ടോ ഒരു സാങ്കല്പികമായിട്ടോ ഇൻഖിസാമിന് സ്വീകരിക്കാത്തത് എന്നാ ജോഹർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു അതിനെ ഇനി വിഭജിക്കാൻ കഴിയില്ല, കഴിയേല്ല. അവിഭാജ്യ ഘടകം എന്നൊക്കെ പറയും സ്കൂളിൽ. വിഭജിക്കാൻ കഴിയാത്തൊരു സാധനം, അവസാനത്തെ പോയിന്റ്. ഇനി അവിടെ നിന്നാണ് വിഭജിക്കാൻ കഴിയൂല. അതിനാണ് എന്ത് പറയുക, ജോഹർ എന്ന് പറയുക. അപ്പോൾ ജുസ്ഇകൾ കൂട്ടിയാൽ മുറക്കബ്, കൂട്ടിയിട്ടില്ലാത്തതാണെങ്കിൽ അത് ജൗഹർ. രണ്ടെണ്ണം ബുദ്ധിക്ക് കൊലപ്പെടുന്നത്. ആലം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണാണ്, ഐനും അറളും. ഐന് ആകെ രണ്ടെണ്ണേ ബുദ്ധി കോലപ്പെടുള്ളൂ, മുറക്കബും വൈറു മുറക്കബും. മുറക്കബ് എന്ന് പറഞ്ഞാൽ ജിസ്മ്, വൈറു മുറക്കബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആദി നമ്മൾ ഈ പറഞ്ഞ ജൗഹർ പോലുള്ള ജുസുൽ അവഹുവൽ ജുസുല്ലദീലായ ജസവും, ഈ വിഭജിക്കലിന് സ്വീകരിക്കാത്ത ജുസ്. വലം യഖുൽ മുസന്നിഫ് ഇബാറത്തിട്ടില്ല വഹുവൽ ജൗഹർന്ന്, വഹുവാന്ന് ഇബാറത്തിട്ടില്ല, കൽ ജൗഹർന്ന് ഇബാറത്തിട്ട്. അത് എഹ്തിറാസൻ, അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തിനെ തൊട്ട്, ഉറൂദിൽ മൻഇ, മറ്റുള്ളവരുടെ ലാനുസല്ലിമുകൾ വരാതെക്കാൻ വേണ്ടി വരലെ തൊട്ട്. ആ വേറുള്ള ഭാഗത്തിൽ നിന്ന് നിങ്ങളെ പറഞ്ഞ ശരിയായില്ല കേട്ടോ എന്ന് അറിഞ്ഞുകൊണ്ടുള്ള വരവ് തടയാൻ വേണ്ടി കണ്ടാന്ത് കാട്ടിയത്. എന്തുകൊണ്ട് പറയാ നമ്മൾ ചോദിച്ച സാധ്യതയുള്ള വാക്കാണ്. അതിൻ്റെ ഒരു ബീന ഫിഫാന്ന് അവിടെ ഉള്ളത്. ബി അന്ന മാലാത്തറക്ക പോകുന്ന അതോടെ ഫൈന ബീന ഇന്ത്യയിൽ അവിടെ ഫാന്നാണുള്ളത്. അത് ഒപ്പിക്കുകയും ചെയ്യുക. ഏറ്റവും നല്ലത് എൻ്റെ കിതാബിലെ വാർത്ത നല്ലത് ഇന്ത്യയിൽ ബീനല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ യോജിപ്പുള്ളത്. ഞാനവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ വിചാരിച്ച് എങ്ങനെയപ്പോൾ ഈ ഭാരതം ഒന്ന് ക്ലിയറാക്കി അവിടെ. ബി ആയതുകൊണ്ട് വളരെ ക്ലിയറായി. ബി അന്ന നിശ്ചയമായിട്ടും ഒന്നാവുന്നത് ലായത്തറക്കബൂ, അത് മുതറക്കിബല്ല, അങ്ങനത്തെ ഒന്ന് തറക്കുപാകാത്തതേ. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞത് ഒന്നുകിൽ മുറക്കബാണ് ജിസ്മാണ്, അല്ലെ ഒരു മുറക്കബാണ് ഞാനല്ലേ. ഈ ഒരു മുറക്കബ് കൽ ജൗഹരി വാർത്തിട്ടില്ലേ, കാന്ന് പറഞ്ഞാൽ പിന്നെ ആരും മേത്ത് കൊടുക്കൂലല്ലോ. മറ്റെന്ത് ചെയ്യും, വെറും വഹുവൽ ജൗഹർ എന്ന് പറഞ്ഞാൽ വെറും ജൗഹർ മാത്രം ഒതുങ്ങിയല്ല അർത്ഥം. കൽ ജൗഹർ പറഞ്ഞാൽ ജൗഹർ അല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ വഹുവൽ ജൗഹറു എന്ന് ഇബാറത്ത് ഇടാതെ കൽ ജൗഹർ എന്ന് ഇബാറത്തിട്ട് എന്തിനാണെന്നറിയോ, ഇവർ മണ്ണ് വരാതെക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടുള്ള ലായത്തറക്കബ് ആയ ഒന്ന് ലായന്നസുർ അക്കലൻ, അക്കലിൽ മുന്നസുർ അല്ലല്ലോ ഉസ്താദെ, ഫിൽ ജൗഹരി ജൗഹറിൽ എന്തല്ലല്ലോ മുൻഹസർ അല്ലല്ലോ. ഏത് മാനാക്കുള്ള ബിമാനൽ യുസില്ലാതെ ജസവും, യുസില്ലാതെ ജസവും എന്ന് പറയുന്ന അർത്ഥം വെക്കുന്ന ജൗഹറുണ്ടല്ലോ, അത് മുന്നസിർ അല്ലല്ലോ. പിന്നെയോ ബൽ, എങ്കിലും ലാബുദ്ദമിൻ നിബിത്താലിൽ ഹയൂല വസൂറ, ഇവർ വാദിക്കുന്ന ഹയൂല സൂറ എന്ന സാധനമുണ്ട്. ആര് വാദിക്കുന്ന, ഫൽസഫക്കാർ പറയുന്ന ഹയൂല സൂറത്തൊക്കെ ബാത്തിലാക്കൽ കൂടാതെ കഴിയൂലല്ലോ. ഉക്കൂല്, നുഫൂസ് മുജറദ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അക്കലുകൾ, അതുപോലെ തന്നെ പിന്നെ വിശുദ്ധാത്മാക്കൾ എന്നൊക്കെ പറഞ്ഞതായ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ജാതിയൊക്കെ ബാത്തിലാക്കേണ്ടി വരൂലേ, ഇല്ലിയ തിമ്മതാലിക്കാൻ, അതൊക്കെ താമാകാൻ എന്ന മണ്ണ് വരാതെക്കാൻ വേണ്ടിങ്ങാണ്ടാണ് എന്ത് ചെയ്ത് മുസന്നിഫ് എന്ത് ഈ ഭാരത്തിലാഞ്ഞത്, പിന്നെ വഹുവാന്ന് ഒഴിവാക്കിയാണ്ട് കാന്നാണ്ടാക്കിയത്. എന്നാൽ പിന്നെ ആ ചോദിച്ചു വരാതെക്കാൻ. വൈന്തൽ ഫലാസിഫത്തി, ഫൽസഫക്കാരെടുക്കൽ ലാ വുജൂദ, ഓൽക്ക് വുജൂദന്നല്ല ലിൽ ജൗഹരിൽ ഫർദി. നമ്മൾ ഈ പറഞ്ഞ ജോഹറും ഫർദ് എന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് വുജൂദല്ല ഫൽസഫക്കാരെടുക്കൽ. ഐഡിയൽ ജൗഹർ അല്ലതി ലായത ജസോ, ലായത ജസു ആയ ജൗഹർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് പോലെ അംഗീകരിക്കണേ, അങ്ങനത്തെ സാധനമല്ല എന്നാണ്. പിന്നെ തെർക്കീബുൽ ജിസ്മി, നിശ്ചയമായിട്ട്. അപ്പം നമ്മൾ ചോദിച്ചു, എന്നാൽ പിന്നെ ജിസ്മൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്, ഈ ജിസ്മൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത് ചോദിച്ചു. ഇന്നമാഹൂൻ ഹയൂലാബ് സൂറത്തി, അത് കുറേ മെറ്റീരിയലും കുറേ ആകൃതിയും അത് കൂടുന്നതാണ്. പിന്നെ ഏതില്ല, അല്ലാതെ അതിന് ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. അവിഭാജ്യ ഘടകം തന്നെ സാധനം ഉണ്ടാകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാ പോലും പറഞ്ഞത്.
നമ്മൾ പറഞ്ഞ അതില്ലാതെ ഉണ്ടാവും. അങ്ങനത്തെ സാധനം എന്തായാലും ഉണ്ട്. ഇത് പോയി 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 അവസാനം വിഭജിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് നമ്മളും അങ്ങനത്തെ ഒരവസ്ഥ ഇല്ല എന്ന് പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട് പറയാൻ കാരണം എന്താ വായിച്ചു വാക്കുവാ അതില്ലത്തി ഇസുബാത്തിൽ ജുസി. ഈ ജുസില്ലാത്ത ജസവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് സാബിതാക്കാനുള്ള ഏറ്റവും ബലമുള്ള ദലീല് ആവശ്യം അന്നവിശ്വമായിട്ട് കാര്യം ലൗ ഉള്ളിയ കുറത്തുൻ ഹക്കീക്കിയത്തുൻ അല്ലേ, ശരിയായ കുറ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇപ്പോൾ ഒരു ഗോളം നല്ല കറക്റ്റ് ഹക്കീക്കിയായ ഒരു ഗോളം വെക്കപ്പെട്ടാൽ അല സുത്ഹിൻ ഹക്കീക്കിയിൻ, ഒരു ഹക്കീക്കിയായ സുത്ഹിൻ്റെ മേലിൽ പരപ്പ് ഒരു A4 പേപ്പർ നിങ്ങൾ സങ്കല്പിച്ചോ, യാതൊരു വളവും ചരിവില്ലാത്ത കറക്റ്റ് നല്ല ക്ലിയർ ഒരു പ്രതലത്തിൽ ഒരു നല്ല കറക്റ്റ് ഗോളം വെച്ചാൽ ലം തുമാസഹു, ഈ കുറ ഈ സത്ഹിനെ സ്പർശിക്കൂല ഇല്ലാ ബി ജുസ്ഇൻ ഒയിരി മുങ്കസിം, ജുസുല്ലായതല്ല എന്ന് പറയുന്ന ജുസ് കൊണ്ടല്ലാതെ. വയറു മുങ്കസിമായ ജുസ് പറഞ്ഞാൽ ലാത്ത ജുസുവായ ജുസ് ഇമ്മലല്ലാതെ സ്പർശിക്കൂല. നമ്മൾ മുട്ട സ്ഥലം ഉണ്ടാവില്ലേ, നല്ല ക്ലിയർ നിരപ്പും ഒരു ക്ലിയർ ഗോളും, ഇത് തമ്മിൽ ഒന്നും കൊണ്ടുപോയി തമ്മിൽ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ തട്ടുന്നുണ്ടോ അല്ലേ, തട്ടുന്നുണ്ട്. തട്ടിയാകുമ്പോൾ എത്ര തട്ടിക്കണ്, ഒരു ജുസുല്ലാത്ത ജുസുവിൻ്റെ തട്ടുള്ളൂ. വായിച്ചു നോക്ക്. ഇത് കാരണം ലവ് മാസത്ത് ഹു, ഈ കുറങ്ങാനും ഈ സത്തുഹിനെ തൊട്ടിയാൽ ബി ജുസ്ഐനി, ഡബിൾ ജുസ് കൊണ്ടാണ് തട്ടുന്നത് എങ്കിൽ ലക്കാന ഫിയ ഹത്തുൻ, അവിടെ ഒരു എന്തല്ല ഉണ്ടാകുക, നൊക്കത്തെ അതെന്തല്ല ഉണ്ടാകുക, അവിടെ ഒരു വരയ്ക്കാരം ഉണ്ടാകുക. രണ്ട് ജുസ് കൊണ്ടാണ് തട്ടുന്നതെങ്കിൽ അവിടെ ഒരു വര ഉണ്ടാകുക. വര ഒരു അതിന് ചെറിയ തൂലുണ്ടാവില്ല, അതിന് രണ്ടെണ്ണം കൊണ്ടാണ് തട്ടിയത് എങ്കിൽ അവിടെ നിന്നോ ചെറിയ നിങ്ങളുണ്ടാവില്ലേ, രണ്ടെണ്ണം കൊണ്ടാണ് തട്ടിയതെങ്കിൽ എന്തെങ്കിലും ചെറിയ നീളം അവിടെ ഉണ്ടാവും, നീളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. നീളം എന്ന് പറഞ്ഞാലേ, നീളം എന്ന് പറഞ്ഞ സാധനം രണ്ട് ജുസിൻ്റെ നീളം, രണ്ട് ജുസോട് തട്ടുമ്പോൾ രണ്ട് ജുസുകൾ തമ്മിലാണ് തട്ടിയത് എങ്കിൽ എന്തുണ്ടാവും, ചെറിയ നീളക്കാട് വരുമല്ലോ തമ്മിൽ തട്ടണതേ. അപ്പോൾ ഇങ്ങനെയല്ലേ കയറി നിൽക്കുക. ഇഞ്ഞോ ഇവിടെ ബിൽഫീലിൻ്റെ ഹത്തവിടെ ഉണ്ടാവുമല്ലോ, ഫലം തെക്കുൻ കുറത്തൻ, അപ്പോൾ ഇതിനെന്തായാലും മാറിയില്ല, ഈ സാധനം ഹക്കീക്കത്തും കുറവായിട്ടില്ല. കാരണം അപ്പോൾ ഇതിനപ്പോൾ എന്തായി, ഈ സാധനം തമ്മിൽ തെറ്റിയ സ്ഥലമല്ലേ, ആ തട്ടിയ സ്ഥലം എന്തല്ല എന്ന് വന്നു, കറക്റ്റ് റൗണ്ടല്ല എന്ന് വന്നു. പിന്നെ അല്ല സത്തീൻ ഹക്കീക്കീൻ, ഹക്കീക്കിയ സത്തുമേലുള്ള ഹക്കീക്കിയ കുറേ അല്ല എന്ന് വന്നു. അതുകൊണ്ട് എന്ത് വരും, ഈ തമ്മിൽ തട്ടുന്ന സാധനം എന്തായാലും ഒരൊറ്റ ജുസുല്ലായ സാധനമായിട്ട് വരുള്ളൂ എന്നാണ് ഇവർ പറയുന്ന ഒരു ദലീല്. വാഷുഹറുഹായിന്തൽ മശായിഹി, എന്നാൽ നമ്മുടെ ശൈഖന്മാരുടെ അടുക്കൽ ആ ദലീലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് വജ്ഹാനിയാണ്. ആ രണ്ട് വജ്ഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഷ്ഹറുഹ, ആ ദലീലുകളിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായത് എന്തിൻ്റെ ദലീല്, ജുസ്ഉല്ലാത്ത ജസ എന്ന് പറയുന്ന സാധനം ഉണ്ട്, അവിഭാജ്യമായ ഏറ്റവും ചെറിയ ജുസ് ഉണ്ട് എന്നല്ല പറഞ്ഞത്, അതിനുള്ള അഷ്ഹറായ ദലീൽ എന്തൽ മശായിഹി, നമ്മുടെ മശായിഖിൻ്റെ അടുത്തിൽ പ്രസിദ്ധമായത് വജ്ഹാനി, രണ്ട് ന്യായങ്ങളാണ്. അല്ലവൽ ഒന്നാമത്തത് അന്നഹു, നിശ്ചയമായും കാര്യം, ലൗകാന കുല്ലു ഐനി മുങ്കസിമൻ, എല്ലാ ഐനും മുങ്കസിമാണെങ്കിൽ, ഏതുവരെ ലാ ഇലാ നിഹായ, അറ്റല്ലാതെ പിന്നെയും ചെറുതാക്കി പിന്നെയും ചെറുതാക്കി പിന്നെയും ചെറുതാക്കി പിന്നെയും ചെറുതാക്കി 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 തീരാതെ പോകുകയാണ് എങ്കിൽ ലം തക്കുനിൽ ഹർദലത്തു, എള്ളുമണിയൊന്നും ആവൂലല്ലോ, അസ്ഗറ മിനൽ ജബലി, പർവ്വതത്തിനേക്കാൾ ചെറുതാവൂലല്ലോ, പർവ്വതത്തിനേക്കാൾ ചെറുതാവൂല ഏത്, ഈ എള്ളുമണി പോലെ തോന്നുന്നു. എന്താ കാരണം, ലി അന്ന കുല്ലം മിൻഹുമാ, കാരണം ഇവ രണ്ടും വൈറുത്തനാഹിൽ അജ്സായി, ജുസുക്കളിൽ അറ്റമാകാത്ത തീരൂലല്ലോ. ചെറുതാക്കി 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 ജുസുക്കൾ എണ്ണ കയറുമ്പം വലുതാവും. ജുസില്ലാത്ത ജുസ കുറേ കൂടിയതാണെങ്കിൽ വലുതും, കുറച്ച് കൂടിയതാണെങ്കിൽ
ചെറുതും ഇങ്ങനെയല്ലേ ചെറുതും വലുപ്പം കണക്ക് കൂട്ടൽ. അതിന് ഇന്തിഹ ഇല്ലാതെ പോവുകയാണെങ്കിൽ പിന്നെ പർവ്വതം വലുതും ഇത് ചെറുതെന്ന് പറയാൻ പറ്റൂലല്ലോ. ആ വൽ ഇളമു വസിഗറു, വലുതും ചെറുതുമാകുക എന്ന് പറയുന്നത് ഇന്നമാവി കസരത്തിൽ അജിസായി ജുസുക്കളുടെ കസരത്തനുസരിച്ചും ഇല്ലത്തനുസരിച്ചും അല്ലേ. ഇത് ഒന്നിലും തോനെയും കുറേ നേരം ഒരു ഒരു സ്ഥലത്തെത്തുമ്പോഴല്ലേ എണ്ണം പിടിച്ചത്, അതിൽ തീരില്ലല്ലോ രണ്ടും. പിന്നെ അപ്പോൾ ദാലിക്ക ഇന്നമായ തസവ്വുറുഫിൽ മുത്തനാഹി, അറ്റമാവുന്നതിൽ മാത്രമല്ലേ ഏത് കോലപ്പെടുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ കസർത്തും കില്ലത്തും കോലപ്പെടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ന്യായം. അസാനി രണ്ടാമത്തെ ന്യായം അന്നജിത്തിമ അജ്സാഇൽ ജിസ്മി, ജിസ്മുകളൊക്കെ ജിസ്മുകളുടെയൊക്കെ ജുസുക്കളുടെ സമ്മേളനം. ലോകത്ത് ജിസ്മുണ്ടായ ജിസ്മു മുഴുവൻ എങ്ങനെയാണ് ജുസുക്കൾ കൂടിയിട്ടാണ് ഉണ്ടായത്. ഈ ജുസുക്കൾ എങ്ങനെ കൂടിയതാ? വെള്ളം ഉണ്ടായത് ഇപ്പോൾ H2 ആണെന്ന് പറഞ്ഞത് അള്ളാഹു ആലം, ആയിക്കോട്ടെ. അങ്ങനെ ഓരോ സാധനം, സ്വർണ്ണമായാലും വെള്ളിയാണ്, ഏത് സാധനം, ഇനി മരാണെങ്കിലും കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും ഒക്കെ ജുസുക്കൾ കൂടിയിട്ടുണ്ടാകുകയാണല്ലോ. ഈ സമ്മേളനം എന്ന് പറഞ്ഞത് ലൈസ ലിദാത്തിഹി, അത് സ്വയം ഉണ്ടായതല്ലല്ലോ, അത് സ്വയം ആകുകയല്ല. പിന്നെയോ ആ ഒരാളാക്കിയിട്ട് അങ്ങനെ ആകണത്, ഒരു ഓപ്ഷൻ നിശ്ചയിച്ച ഒരാളുണ്ടാവുമല്ലോ. ഇത്ര സാധനം അതും ഇത്രതും കൂടുമ്പോൾ ഇതായി മാറുന്നു, അല്ലെങ്കിൽ ഇത്ര ആയി കൂടുമ്പോൾ ഇതായി മാറുന്നു, ഇങ്ങനെ 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 ഇതിൻ്റെ ആക്കിയ ഒരാളുണ്ടാവുമല്ലോ. ആ വൈല്ല, അങ്ങനെ അല്ല എങ്കിൽ ല മാ കബില ഇല്ല ഇല്ല മാ കബില ഇഫ്തിറാക്ക, അങ്ങനെ വായിക്കണ്ടേ, ഇല്ല മാ കബില എന്ന് വായിക്കണം. അത് ഇഫ്തിറാക്കിനെ സ്വീകരിക്കുമായിരുന്നില്ല. ലിദാത്തിഹി ആണ് അതെങ്കിൽ, അതല്ല വേറെ ആളിങ്ങനെ കൂട്ടിയൊന്നും അല്ല, ലിദാത്തിഹി അത് അങ്ങനെ ആവുള്ളൂവെങ്കിൽ പിന്നെ ഇഫ്തിറാക്കിനെ കഴിയൂല്ല. അത് ലിദാത്തിഹി ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു ലിദാത്തിഹി അല്ലേ, അള്ളാഹുവിനേക്ക് ഇപ്പം മൗത്തുണ്ടാകാൻ പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെ വുജൂദ് എന്താണ്? ലിദാത്തിഹി വുജൂദ. അപ്പോൾ ഏതുണ്ടാകാൻ പാടില്ല? അതുണ്ടാകാനും പാടില്ല. എന്നതുപോലെ ഏതുണ്ടാകാൻ പാടില്ല? ലിദാത്തിഹി ആണ്, വേറെ ആളുടെ പ്രേരണ കൊണ്ടോ ആക്കലോണ്ടോ ഒന്നും അല്ല. അത് ബിദാത്തന്നെ എന്താണ് ചോളി, മുജ്തബിയാണ് ഈ ചോളി. പിന്നെ ഇഫ്തിറാക്കും ഉണ്ടാവില്ല. ഫല്ലാഹു തആല ഖാദിറുൻ അലാ യഖ്ലുഖ ഫീഹിൽ ഇഫ്തിറാക്ക, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ ഇഫ്തിറാക്ക് പടച്ചച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ, കഴിവുള്ളവനാണല്ലോ. ഇലൽ ജുസ്ഇ ലദീ ലാ യതജസ്സഉ, അവിഭാജ്യമാകുന്ന ഒരു ജുസ് വരുന്നത് വരെ, വിഭജിക്കാൻ കഴിയാതെ ജുസ് എത്തുന്നത് വരെ ഇഫ്തിറാക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടക്കാൻ കഴിവുള്ളവനാണല്ലോ. ലിഅന്നൽ ജുസ് അല്ലദീ തനാസഅനാ ഫീഹി, നാം ഏത് ജുസ്ആണ് തർക്കിക്കുന്നതെങ്കിൽ ആ ജുസ് ഇന്നംകന ഇഫ്തിറാഖുഹു, അതിൻ്റെ ഇഫ്തിറാക്ക് മുംകിനായാൽ, നമ്മളിപ്പോൾ തർക്കിക്കുന്ന ജുസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇഫ്തിറാക്ക് മുംകിനാണെങ്കിൽ ലസിമ ഖുദ്റത്തുല്ലാഹി അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൻ്റെ മേലുള്ളതായിരിക്കുന്ന ഖുദ്റത്ത് ലാസിമാന്ന് വരും. ദഫ്അലിൽ അജിസി, എന്തിന്? അള്ളാഹുവിന് അജിസ് ദഫ് ചെയ്യാൻ വേണ്ടിങ്ങാണ്ട്. വൈല്ലം യുംകിൻ, അല്ല ഇനി അത് മുംകിൻ അല്ല എന്ന് പറഞ്ഞു വെച്ചോളി, സബത്തൽ മുദ്ദ അതിനുണ്ടായത് അവസാനം കഴിഞ്ഞാണ്ട് ഇതാകാത്തൊരു ഭാഗം ഉണ്ട് പറഞ്ഞില്ലേ നമ്മൾ, ആ ഒരു ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ നമ്മുടെ സബത്തൽ മുദ്ദ, നമ്മുടെ വാതിലവിടെ നമ്മളിത് ബാധിച്ചു കൊടുക്കുന്നത്. ഒൽ കൊല്ലു, രണ്ട് വജുഹാണ് ശേഖന്മാർ പറഞ്ഞു പോരുന്നത്. ലൈഫിന് അതിൻ്റേതായ ദൗർബല്യതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പുറത്ത് വേറെ പർവ്വത്തിനേക്കാൾ 7 മണി ചെറുതാവില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ട് എങ്കിലും അതിനൊക്കെ ഒരാൾക്ക് ഇപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും? എതിർത്തുകൊണ്ട് പറയാൻ കഴിയും. അതിൻ്റേതായ ദൗർബല്യതൊക്കെ ഉണ്ട്. അമ്മല്ല പോലും അതാ ഒന്നാമത്തേന് നമ്മൾ ദൗർബല്യം പറയാൻ കാരണം ഫലിയന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ഇന്നമായതുല്ലു, നിശ്ചയമായിട്ടും നിങ്ങളാ പറഞ്ഞ ബളു പരിപാടി, യതുല്ലു അത് അറിയിക്കും, മല സുബൂത്തിൻ നുക്ത, അതുകൊണ്ട് പേര് എന്ത് വരുള്ളൂ എന്നറിയോ? നുക്കത്തുണ്ട് എന്നേ വരുള്ളൂ. നുക്കത്ത എന്ന് പറഞ്ഞാൽ നീളും വീതിയും ആഴും ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് വരും. അതിന് നുക്കത്താണെന്നല്ലേ. നീളും വീതിയും ആഴും ഇല്ലാത്തൊരു സാധനം എന്താ പറയുക? നീളുണ്ടായാൽ എന്താ പറയും? തോല്. മേപ്പുണ്ടായ നമുക്ക് തോലും മറന്നും അല്ലേ. പിന്നെ തോലും വീതി ഹൈറ്റ്. ഒരു സാധനത്തിന് വീതിയും നീളമുണ്ട്, നമുക്ക് ഹൈറ്റ് ഇല്ല എന്നാൽ എന്താ പറയുക? നമ്മളെന്താ പറയുക? നമുക്കും ഹൈറ്റൊന്നും ഇല്ല, ഞാൻ എന്താ പറയുക? നമ്മൾ സത്ഹയെന്ന് പറയും. സത്ഹേനെങ്ങനെ നമ്മളിങ്ങനെ കീച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക? പിന്നെ ഹത്ത് അറിയും. ഹത്തിനെ എങ്ങനെ ചെറുതായി കഴിഞ്ഞാൽ മുപ്പത്താറ്. പിന്നെ വഹുവ ഇത് ലായസ്തൽസിം സുബൂത്തൽ ജുസ്ഇ, അതൊന്നും ഇപ്പോൾ ജുസുല്ലായത് ജസ് സാബിത്ത എന്നുള്ള ആദ്യമാക്കണമൊന്നുമില്ല. ലിഅന്ന ഹുലൂലഹ, കാരണം
ഈ നുക്തൻ്റെ ഹുലൂല് ഫിൽ മഹല്ലി, ഒരു മഹല്ലിൽ ഇറങ്ങുക എന്ന് പറഞ്ഞത് ലൈസ ഹുലൂല സറയാനി ആണെങ്കിൽ പിന്നെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ജുസുല്ലാത്ത ജസ ഉണ്ടെന്നുള്ളതിന് 3 ദലീൽ പറഞ്ഞതിൽ നിന്ന് ഒന്നും എന്തില്ല, ലൈഫ് അല്ലാത്ത ഇല്ല എന്നാണ് പറഞ്ഞത്. വൽ കുല്ലു ലൈഫ്, എല്ലാ ന്യായവും ദുർബലം തന്നെയാണ്. അമ്മല്ലവലു, ഈ ന്യായം ദുർബലം എന്നുള്ളതുകൊണ്ട് ജുസുല്ലാത്ത ജസ എല്ലാം വരൂല കേട്ടോ. ഈ പറഞ്ഞ ന്യായം ദലീൽ ലൈഫാന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മല്ലവലു, ഒന്നാമത്തെ ന്യായം ലൈഫാണ്. കാരണം ഫലി അന്നഹു, നിശ്ചയമായിട്ടും കാര്യം ഇന്നമായ ദില്ലു അല സുബൂത്തിൽ നുക്തത്തി, നിശ്ചയമായിട്ട് നിങ്ങളുടെ വാദം കൊണ്ട് നുക്കത്തുണ്ട് എന്നേ വരുള്ളൂ. കാരണം കുറ എയിമ കൊണ്ടുപോയി തട്ടി തെഹുമ്മൽ കൊണ്ട് തട്ടിച്ചുമ്പോൾ ഒരു പോയിന്റിലേ തട്ടുള്ളൂ എന്നേ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വേറുന്ന നുക്കത്തുണ്ട് സ്ഥാപിത്തായി. വഹുവായി നുക്കത്തിൻ്റെ സുബൂത്ത് ലായസ്തൽസിബ് സുബൂത്തൽ ജുസി, അതുകൊണ്ടും ഈ മേൽ പറഞ്ഞ ജുസുല്ലാത്ത ഉണ്ട് സ്ഥാപിത്താവൂല. എന്ന ഹുലൂലഹ ഫിൽ മഹല്ലി, കാരണം ഈ നുക്താറിന സാധനം ഒരു മഹല്ലിൽ ഇറങ്ങുക എന്ന് പറഞ്ഞത് ലൈസാദല്ല ഹുലൂല സറയാനി, സറയാനിൻ്റെ ഹുലൂലല്ല. അങ്ങനെ ഇതുണ്ടായാൽ അതുണ്ടാവും എന്ന് പറഞ്ഞതല്ല. അതാ അത്താ എൽസമ, അങ്ങനെയാണെങ്കിലല്ലേ ലാസിമാവുള്ളൂ. പിന്നെ അത് മിങ്കിസാമിഹ, ഈ നുക്കത്ത മുങ്കസിമാവൂല എന്നതുകൊണ്ട് അത് മിങ്കിസിമാവിൽ മഹല്ല് നിൽക്കുന്ന മഹല്ല് മുങ്കസിമല്ല എന്ന് വരുള്ളൂ. നമ്മൾ നുക്കത്താന്ന് പറഞ്ഞാൽ ശരിക്കും അറളാണ്. ശരിക്കും എന്തുമേ നിൽക്കുന്ന, അയിനുമേ നിൽക്കുന്നതാണ്. ഒരു മഹല്ല് നിൽക്കുന്നതാണ് നുക്കത്ത ഹത്ത് എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ ഈ നുക്കത്ത എന്ന് പറഞ്ഞ സാധനം ഉണ്ട് സാബിത്തായത് കൊണ്ട് ഇതിൻ്റെ നുക്കത്താൻ്റെ സാധനത്തിന് ഇൻകിസാം ചെയ്യാൻ പറ്റൂല എന്നേ വരുള്ളൂ. അപ്പോഴും ഏത് വരൂല, ലായത്തെ ജസുവായ ജുസ് ഉണ്ടെന്ന് ഇപ്പോഴും വരൂല. പിന്നെ വമ്മസാനി വസാലിസു, പിന്നെ മശായിഹന്മാർ പറഞ്ഞ 2 ന്യായങ്ങളുണ്ടല്ലോ, കടുകും പിന്നെ മാലി എന്നൊക്കെ പറഞ്ഞേ, അതും ആ ഒരു മേശം പറഞ്ഞ ന്യായങ്ങളൊക്കെ അത് ലൈഫർ എങ്ങനെ പറയാൻ ഫലാസിഫത്താക്കാൻ ഈ ഫൽസഫക്കാരത് നോയക്കൂലൂന ഒരു പറയണില്ലല്ലോ. ബി അന്നൽ ജിസ്മ മുതാലിഹുമിൻ അജ്സായിൻ ബിൽഫീലി, ഈ ജിസ്മുകളൊക്കെ ബിൽഫീൽ ജുസുക്കളാൽ മുതാലിഫാണെന്ന് പോലും പറയുന്നില്ല. പിന്നെയോ അതുപോലെ തന്നെ വന്നഹ വൈറൂത്തനാഹിയത്തിൻ, ഇതൊക്കെ വൈറൂത്തനാഹിയാണെന്ന് പോലും പറയണില്ല. ബൽ യഖൂലൂന പോലും പറയണത് അന്നഹു കാബിലുൻ, അത് സ്വീകരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനായാലും ഇൻകിസാമാത്തിന് വൈറൂത്തനാഹിയത്തിന്, അറ്റമല്ലാത്ത ഇൻകിസാമിനെ സ്വീകരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ തിരിച്ച് ചെറുതാക്കിയാൽ ബൈക്കും എന്ന് ഒന്നും പോലും പറയണമെന്നില്ല. പിന്നെ ലൈസഫീഹി ഇജ്തിമാഉ അജ്സാഇൻ അസ്ലൻ, ലൈസഫീഹി അതിലില്ല ഇജ്തിമാഉ അജ്സാഇൻ അസ്ലൻ, ജുസുക്കളുടെ ഇജ്തിമാഉ തീരെ ഇല്ല. ഒരു ജിസ്മുണ്ടാക്കിയാന്ന് പറഞ്ഞാൽ ആദ്യം വേറെ ജുസുലി വേറെ ജുസുലത്ത് കൂട്ടി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കിയേക്കാം, അതും ഇല്ല. പിന്നെ വൈന്നമൽ ഇളമോ സിഗറു, ഓല് പറഞ്ഞത് ഈ ചെറുതാക വലുതാക, കുന്നു വലുതാണ് കടുകുമണി ചെറുതാണ് എന്നൊക്കെ പറഞ്ഞത് ഏറ്റിബാരിൽ മിക്താരിൽ കായിബിഹി, ആ ജിസ്മിൽ നിൽക്കുന്ന ഖദറിൻ്റെ ഏറ്റിബാർ ചെയ്തിട്ടാണ് ഈ വലുതും ചെറുതും നോക്കുന്നത്. അല്ലാതെ ഏത് എണ്ണി നോക്കിയിട്ടല്ല, അതിൽ എത്ര ജുസുകളുടെ എണ്ണി നോക്കിയിട്ടൊന്നും അല്ല. അതുപോലെ തന്നെ വലിയ ഇഫ്തിറാക്ക് മുംകിനുൻ, എന്നാൽ പിന്നെ ഇഫ്തിറാക്ക് ഉണ്ടായിക്കൂടെ, വലിയൊരു കുന്ന് ഇടിച്ച് നിരത്തിങ്ങാണ്ട് അങ്ങനെ ഇഫ്തിറാക്ക് ഉണ്ടായിക്കൂടെ, അത് മുംകിനാണ്. ഇലാനി ഹായ ഓല് പറഞ്ഞ അറ്റുണ്ടാവില്ലാന്നേ ഉള്ളൂ. അത്രയും ചെറുതാക്കി അങ്ങനെ കൊണ്ടുപോകാന്നേ പറഞ്ഞുള്ളൂ. തീരൂല എന്നാ പോലും പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ തീരാന്നാ പോലും ചോദിക്കണം. ഫലസ്തൽസിമുൽ ജുസ്, അതുകൊണ്ടൊന്നും ഈ ജുസുല്ലാത്ത ലാസിമാവൂല. വമ്മാദില്ലത്തു നഫി, പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, അള്ളാഹ്ക്ക് ഇതിൻ്റെ വരൂലേ അപ്പോൾ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുദ്ദ സാബിത്തായില്ലേ എന്നൊക്കെ പറഞ്ഞു. ആ വാദം ഐലൻ അതും ഫലാ തഹുലു അൻ ലുഫീൻ, അതിലും അതിൻ്റേതായ ചില ദുർബല്യങ്ങൾ. ആകെപ്പോൾ അള്ളണ്ട് സാബിത്താക്കാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സാബിത്താക്കണതിൻ്റെ മുമ്പ് അള്ളാഹെ നടുവൊക്കെ പിടിച്ചിട്ടില്ലേ. അതിപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് അത് പടച്ചാൽ അള്ളണ്ടാവുകൊണ്ട് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവരുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹ് കഴിവില്ലാന്ന് വരൂലേ എന്ന് അറിഞ്ഞാണ്ട് നടുകൂടിട്ടില്ലേ. അപ്പോൾ അതിൻ്റേതായ ദുർബല്യം അവിടെയുണ്ട്. വലി ഹാദ മാലൽ ഇമാമുർ റാസി, ഇങ്ങനെ ജുസുലാത്ത് സ്ഥാപിതാക്കാൻ പറഞ്ഞ ന്യായങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടായത് കൊണ്ട് തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ചാഞ്ഞത് ഫിയാദിൽ മസലത്തി, ഈ മസലയിൽ തവക്കുഫിലേക്കാണ്. എന്ന് പറയേണ്ട, തീരുമാനമായിട്ടില്ല, അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാം എന്നുള്ളിടത്താണുള്ളത്. ആരുള്ളത്? ഇമാം റാസി ഉള്ളത്. ഫൈങ്കീനം ചോദിക്കപ്പെട്ടാൽ ഹല്ലി ഹാദൽ ഖിലാഫ് സമറത്തുൻ, അല്ല ജുസുലാജത ഉണ്ട് ഇല്ല, അതിന് ഉണ്ടായില്ല, ഇനി ജുസുലാജ ഉണ്ടായി എന്നുള്ളൊരു ഗുണമുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ ജുസുല്ല ഞമ്മക്കിപ്പോൾ എന്തേ ഉള്ളൂ, ഈ സാധനം ഇവിടെ ഉണ്ട്, ഈ ഉള്ളതിനൊക്കെ എന്ത് വേണം, ഹാലിക്ക് വേണം, ഇതല്ലേ ഇപ്പോൾ നമുക്ക് പറയേണ്ടുള്ളൂ. അതിനിപ്പോൾ ജുസുലാജത ഉണ്ടായില്ല, അതിന് വല്ല കഴമ്പും ഉണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ
കൊൽന ഞങ്ങൾ പറയും നാം അതുണ്ട്. എന്താ അറിയോ, ഫി ഇസ്ബാത്തിൽ ജൗഹരിൽ ഫർദി, ഈ ജൗഹറും ഫർദിനെ സാബിത്താക്കുന്നതിലുണ്ട് നജാത്തുൻ, ഈ മുസ്ലിമീങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എതിരെ തൊട്ട് അൻ കസീരിൻ മിൻ ദുലുമാത്തിൽ ഫലാസിഫത്തി, ഈ ഫൽസഫക്കാരുടെ കുറേ ആളെ പിന്നെ ഇരുട്ടി തള്ളിടുന്നതായ ഒരു ഊഹാപോഹങ്ങളിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിന് കസീറിനെ തൊട്ട് രക്ഷ ഉണ്ട് ഏതുണ്ടായി കഴിഞ്ഞാൽ. ഇല്ലാത്തൊരു സാധനം പറഞ്ഞുകൊണ്ടിരുവര്, ഇല്ലാത്ത സാധനം പറഞ്ഞു കൊടുങ്ങാണ്ട് അതോടൊന്ന് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് വെറുതെ അങ്ങോട്ട് പൊട്ടീസാക്കുന്ന പരിപാടികളുണ്ട്. അതിന് ഓരോ അറബി വാക്കാനിടും, ഹയൂല, സൂറത്ത്, മറ്റത് എന്നൊക്കെ പറഞ്ഞാണ്ട് കുട്ടികളെ പോത്താമ്പി വരും എന്നാണ് പേടിപ്പിച്ചതിൻ്റെ മാതിരി ഓരോ ലഫ്ലാണ് ഇടും. എന്നിട്ട് ആ സാധനത്തിന് സാബിത്തുണ്ട് അതുകൊണ്ടാണ്ടെന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് ഓരോന്ന് ഉണ്ടാക്കും. ആ ജാതി പൊട്ടീസിനൊക്കെ ഒരു മറുപടിയാണ് ജുസുല്ലാത്തജ എന്ന് പറഞ്ഞത്. ഈ ജുസുല്ലാത്തജമെന്നാണ് ഏതുണ്ടാണത്, അക്ഷയകൾ ഉണ്ടാണത്. ആകെ രണ്ടെണ്ണേ ഉള്ളൂ. എന്ത്, അയിനും അറലും രണ്ടെണ്ണേ ഉള്ളൂ. അയിനുണ്ടാകാണ് തെങ്കിസാമിന് പറ്റുമെങ്കിൽ ജിസ്മ് അറിയും, ഇല്ലെങ്കിൽ ജുസില്ലാത്ത ചെറൈമിൽ ഒതുങ്ങി, രണ്ടത്തമ്മിൽ ഒതുങ്ങി, മൂന്നാമത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ അറളാണ്, അതെവിടെ ഉണ്ടാവുകയുള്ളൂ, ഇവ നിൽക്കുന്നതുമാണ്. പിന്നെ അജ്സാമിൽ ഇതിലൊക്കെ നിൽക്കുന്നതുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ അവസാനം ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് അള്ളാഹുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഈ ബെർബലെ സംബന്ധിച്ചിടത്തോളം അതാ ഈ ഫൽസഫക്കാരുടെ മുതുലുമാത്തിന് മിസാൽ പറഞ്ഞുതരാം. മിസിലു ഇസ്ബാത്തിൽ ഹയൂല, ഓല് പറഞ്ഞ സാധനം ഹയൂല എന്ന സാധനം ഉണ്ട്. അതുപോലെ തന്നെ സൂറത്ത്, ഈ സൂറത്തും ഉണ്ട്. ഈ സൂറ എന്ന സാധനത്തിന് നമ്മൾ പറഞ്ഞ സൂറത്തിന് സ്വന്തം വജൂദില്ല. ജിസ്മു ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന സാധനമാണ് ഏത്, സൂറത്ത് ആണ്. സൂറത്താണ് സ്വന്തം സാധനം ഇല്ലല്ലോ. അൽ മുഅദ്ദീല കിതബിൽ ആലം, ഇതൊക്കെ ഒരു കുടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഈ ആലം കദീമാണ് സ്ഥാപിത്താക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ് ഏത്, ഈ സൂറത്ത്. അതുപോലെ തന്നെ ഈ ഹയൂല എന്നുള്ള സാധനങ്ങളൊക്കെ നഫീ, അതുപോലെ തന്നെ നഫീ ഹഷിരിൽ അജ്സാദി, ജസദുകളുടെ ഹഷ്റയില്ലായ്മയിലേക്കും ഒരു പല റൂഹുകളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇനി മഷറിൽ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏതേ കൂട്ടുള്ളൂ, റൂഹേ വരുള്ളൂ. അതൊന്നും ഏത് വരൂല. ഈ ജിസ്മുണ്ടല്ലോ അതൊക്കെ മണ്ണായി പോയില്ലേ, അതിനൊന്നും ഇനി രണ്ടാമത് കൂട്ടിയാൽ കിട്ടൂല. കതീരിമിൻ ഉസൂലിൽ ഹന്തസത്തി അൽ മബിനിയലെ ദവാം ഹറക്കത്തി സമയം. അതുപോലെ തന്നെ ഈ ഈ ഹന്തസൻ്റെ അഹിലുകാർ, ഈ എഞ്ചിനീയറിങ്, ഹന്തസൻക്ക് എഞ്ചിനീയറിംഗ് മലയാളം പറയാൻ പാടില്ല കേട്ടോ. ഹന്തസൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ നിന്ന് കസീറിനെ തൊട്ടും എന്തുണ്ട്, പിന്നെ രക്ഷപ്പെടാൻ കഴിയും. എങ്ങനെയുള്ള പിന്നെ ഓല ഉസൂലാണത് അറിയോ, അൽ മബിനി അലൈഹ, ഓലൊരു പുതിയ നിയമം ഉണ്ടാക്കിയാണ്ട് ആ ഉസൂലിൻ്റെ മേലിലാണ് എടുക്കപ്പെട്ടത്. ദവാമു ഹർക്കത്തിൽ സമാവാത്തി, ആകാശങ്ങളുടെ ഹർക്കത്ത് ദായിമാവും. നമ്മൾ പറഞ്ഞത് ഇതസമാവും ഫത്തറത്ത് വരെ ഷംസ് കൂബിറത്ത്, ഇതൊക്കെ ഇതിന് ചലനങ്ങളൊക്കെ നിൽക്കുന്ന നമ്മൾ പറയണത്. അതേസമയം ഇതിന് എന്ത് ചെയ്യൂല ഒരിക്കലും. ഈ ഇങ്ങനെ വൈകുന്നേരം രാവും പാലും കണ്ടെടുത്തതാ ഇത് നിൽക്കൂല, അതങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നതാണ് ആരെ വാദം, ഹന്തസൻ്റെ വാദം. അതും അതുപോലെ തന്നെ വംതിനായിൽ ഹർക്കി വലിൽത്തിആമി അലൈഹ, ഈ ആ സമാവാത്തിൻ്റെ മേലിൽ ഒരു പൊട്ടിപ്പിളരലും അതുപോലെ തന്നെ അതിന് തകർച്ചയും മുംകിനാണ്, അല്ല മുംതനിയാണ്, മുഹാലാണ്, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാബിത്താക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു സുഖം ഏതുകൊണ്ട് കിട്ടും. ഈ പറഞ്ഞ ഈ ഹയ്യൂലും പിന്നെ അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് സ്ഥാപിച്ചാലും, സൂറത്തിന് സ്ഥാപിച്ചാലും, അതുപോലെ തന്നെ ഈ ഇതുണ്ടാക്കിയാലും, ഏത് ജുസുല്ലാത്തതാണ് സാധനം ഇല്ല എന്ന് പറഞ്ഞാലും വർത്താനത്തിലേക്ക് കൊണ്ടുവന്നുകാണ്ട് സ്ഥാപിത്താക്കാൻ വയ്ക്കും. അതിനാണ് നമ്മൾ തുടക്കത്തിലെ ഏത് എടുത്തിരുന്നത്, ഒരു ജുസുല്ലാത്ത ജസ ഉണ്ട് പറഞ്ഞുകാണ്ട് സ്ഥാപിത്താക്കി വെക്കണത്. അത് ഞെരത്തേക്കട് കിടക്കുമ്പോൾ ഒന്നുകൂടി ശരിയാവും.